പേര് സിൽസ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നല്ല തഴച്ച് വളരുന്ന ഇടതൂർന്ന മുടി സ്വപ്നം കാണാത്തവർ നമ്മളിൽ ആരൊക്കെയാ ഉള്ളത്? എല്ലാവർക്കും നല്ല ആഗ്രഹം ഉണ്ടാവും മുടി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ നല്ലതായിട്ട് നല്ല മുടി വേണം എന്നൊക്കെ ഉള്ളത്. പക്ഷെ പലപ്പോഴും നമ്മുടെ തിരക്കുകൾ കാരണവും അല്ലെങ്കിൽ നമ്മുടെ വേണ്ടത്ര ശ്രദ്ധയില്ലായ്മ കാരണവും ഇതൊക്കെ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഒരുപാട് ഹെയർ കെയർ ഒന്നും കൊടുക്കാൻ നമുക്ക് സമയമില്ല എന്നുണ്ടെങ്കിലും നമ്മൾ എന്നും ചെയ്യുന്ന കുറെ മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്താൽ തന്നെയും മുടിക്ക് അത് വളരെയധികം ബെനിഫിഷ്യൽ ആയിരിക്കും. അങ്ങനെ നമ്മുടെ ഡെയിലി ഹെയർ കെയർ റുട്ടീനിൽ നമ്മൾ ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള 10 മിസ്റ്റേക്സും അതിനെ എങ്ങനെയൊക്കെയാണ് ഓവർകം ചെയ്യേണ്ടതെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ മിസ്റ്റേക്സിലേക്ക് കടക്കുന്നതിന് മുന്നേ മുടിയുടെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് സ്കാൽപ്പ് ഉണ്ടാവും, അതുപോലെ ഈ ഒരു മിഡിൽ പാർട്ടിനെ നമ്മൾ ഷാഫ്റ്റ് എന്നാണ് പറയുക, അതുപോലെ എൻഡിലൊരു എൻ പാർട്ട് എന്നും പറയും. അപ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ സ്കിന്നിലെ പോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ട്, അതിനെ സെബം എന്നാണ് പറയുക. ഈ സെബം നമ്മുടെ സ്കാൽപ്പിന് അത്യാവശ്യമായിട്ടുള്ള ഓയിൽ എപ്പോഴും അവിടെ ഉണ്ടാവും. അതുപോലെ ഷാഫ്റ്റിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടി കുറയും. എൻഡിലേക്ക് എത്തുമ്പോൾ പലപ്പോഴും ഭയങ്കര ഡ്രൈ ആൻഡ് ഫ്രിസി ആയിട്ടായിരിക്കും മിക്കവർക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ ഒരു റൈറ്റ് ആയിട്ടുള്ള ഓയിൽ ബാലൻസ് തലയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങൾ കൊണ്ടും ഈ ഒരു ഓയിൽ ബാലൻസ് മുടിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെയാണ് നമ്മുടെ മുടി ഡാമേജ് ആവുകയും നമുക്ക് ഹെയർ ലോസ് ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഹെയറിന്റെ ഡാമേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ മാറ്റം വരുത്തിയാലും മതിയാവും. അപ്പൊ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്പർ 1, മുടി ഒരുപാട് കഴുകുക അല്ലെങ്കിൽ തീരെ കഴുകാതിരിക്കുക. ഇതിനിടയ്ക്കുള്ള ഒരു റൈറ്റ് ബാലൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് മുടിയുടെ ഹെൽത്തിന് വളരെ വൈറ്റൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം മുടി എന്നും കഴുകുന്ന ഒരാളാണ് നമ്മളെങ്കിൽ നമ്മുടെ ഈ ഒരു സെബം പ്രൊഡക്ഷൻ വളരെയധികം കുറയും. കാരണം നമ്മൾ എന്നും ഇതിനെങ്ങനെ വാഷ് അവേ ചെയ്തുകൊണ്ടിരിക്കുവാണ്. മുടിക്കകത്ത് ഷാമ്പൂവും ബാക്കി പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുമ്പം ഈ ഒരു സെബം നഷ്ടപ്പെടുകയും അത് കാരണം നമ്മുടെ സ്കാൽപ്പ് തൊട്ട് തന്നെ ഡ്രൈനെസ് ഫീൽ ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക്കലി സ്കാൽപ്പ് തന്നെ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുകയും അങ്ങനെ നമുക്ക് ഒരുപാട് ഓയിൽ പ്രൊഡക്ഷൻ വരികയും അതിന് ആ ഒരു റൈറ്റ് ബാലൻസ് പോവുകയും നമുക്ക് ഗ്രീസി ഹെയർ ഉണ്ടാവും. അതുപോലെ എൻഡ് വളരെയധികം ഡ്രൈ ആയിട്ട് ബ്രിറ്റിലായി പൊട്ടിപ്പോവാനും ചാൻസ് ഉണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഇനിയിപ്പോ നമ്മൾ വളരെ ഇൻഫ്രീക്വന്റ് ആയിട്ടാണ് ഷവർ എടുക്കുന്നുണ്ടെങ്കിൽ അപ്പൊ ഇന്ന് കുളിച്ചാൽ അടുത്തത് ഇനി ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടേ കുളിക്കുള്ളൂ, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിൽ ഈ ഒരു സെബം തന്നെ കറക്റ്റ് ആയിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? അത് അവിടെ ബിൽഡപ്പ് ആയിരിക്കുകയും നമ്മൾ യൂസ് ചെയ്യുന്ന ഷാംപൂസിലെ സിലിക്കോൺ കാണും, അതുപോലെ ഫ്രാഗ്രൻസ് കാണും, മറ്റ് ലീവിൻ കണ്ടീഷണർ, അതുപോലൊക്കെ സെറംസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതെല്ലാം ഈ തലയിൽ ഇങ്ങനെ സ്കാൽപ്പിൽ അത് ബിൽഡപ്പ് ആയിരിക്കുകയും നമുക്ക് ഡാൻഡ്രഫും അതുപോലെ തന്നെ ഹെയറിന് ഫ്രിസി ഒക്കെ ആയി മാറാനും ചാൻസ് ഉണ്ട്. അതുപോലെ ഈ പ്രോഡക്ട്സ് എല്ലാം കൂടി തലയിൽ ഇരുന്നിട്ട് അതിന്റെ ഒരു വെയിറ്റ് കൊണ്ട് മുടി വെയ് ഡൗൺ ചെയ്തിട്ട് അത് ഫോൾ ഔട്ട് ആവാനും ഉള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ബാലൻസിൽ മുടി കഴുകുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ മുടിയുടെ ടൈപ്പും ലെങ്തും ഒക്കെ അനുസരിച്ചിട്ട് ഒരു 2 to 3 വട്ടം ആഴ്ചയിൽ മുടി കഴുകിയാലും മതിയാവും. രണ്ടാമത്തെ കാര്യം, കറക്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്ത് ഹെയർ വാഷ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഷാംപൂ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഹെയറിനെ ഒത്തിരി ഡാമേജ് ആക്കും. അപ്പോൾ എങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ഷാംപൂ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഷാംപൂവിൽ പതിയിരിക്കുന്ന എന്തൊക്കെ ഡാമേജസ് ആണുള്ളത് നമ്മുടെ ബോഡിക്ക് വരാൻ ചാൻസ് ഉള്ളത് എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ. ഇനിയിപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഷാംപൂ അല്ല നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഫ്രീസിനെസ് ഉണ്ടാക്കും, അതുപോലെ മുടി ഒത്തിരി വെയ് ഡൗൺ ചെയ്യും, ഹെയർ ഫോൾ ഔട്ട് ആവുകയും നമ്മുടെ വോളിയം കുറയുകയും ചെയ്യും, കാര്യമായിട്ടുള്ള വോളിയം ലോസ് ആവുകയും ചെയ്യും ഈ ഒരു കാരണം കൊണ്ട്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ഷാംപൂവിൽ സൾഫേറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് മുടിയെ ഒത്തിരി ഡ്രൈ ആക്കും. സൾഫേറ്റ് എന്ന് പറയുമ്പോൾ ഈ പതയാനുള്ള ഒരു കെമിക്കലാണ്. അപ്പോൾ ആ ഒരു കെമിക്കൽ ഒരുപാടുള്ള ഷാംപൂസ് നമ്മൾ യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊന്നാണ് സിലിക്കോൺ എന്ന് പറയുന്നത്. സിലിക്കോൺ എന്ന് പറയുന്നത് മുടിയുടെ ആ ഒരു മോയ്സ്ചർ ലോക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഇത് ഡ്രൈ ഹെയർ ഉള്ളവർക്ക് ഒരു പരിധിവരെ മോയ്സ്ചർ സീൽ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഗ്രീസി ആയിട്ടുള്ള ഹെയർ ഉള്ള ഒരാൾ ഈ ഒരു സിലിക്കോൺ ഷാംപൂ യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവരുടെ മുടിയിൽ ഒന്നും കൂടി ഗ്രീസി ആക്കുകയും അത് അവിടെ ഒത്തിരി ബിൽഡപ്പ് ഉണ്ടാക്കുകയും ബ്രേക്ക്ഔട്ട്സ് ഉണ്ടാക്കാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എപ്പോഴും. ഇനി നമ്മൾ മന്ത്ലി വൺസ് ഹെയർ നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യണം. എക്സ്ഫോളിയേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ബാക്കി നമ്മുടെ ബോഡിയും ഫേസും ഒക്കെ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ഹെയറിലും ഈ ഒരു ബിൽഡപ്പ് ഒക്കെ അടിഞ്ഞിരിക്കുകയും അത് അവിടുത്തെ പോഴ്സ് ക്ലോഗ് ആക്കുകയും ഹെയർ ഒത്തിരി ഡാമേജ് ആവുകയും ചെയ്യും. പിന്നുള്ളത് ഓയിലാണ്. ഏറ്റവും നല്ല ഓയില് ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഓയിലാണ്. പണ്ടത്തെ പോലത്തെ എല്ലാവരുടെ തലയിലും ഈ ഒരു നാളികേരത്തിന്റെ എണ്ണ ചേരണം എന്നൊന്നുമില്ല. ലൈറ്റ് വെയിറ്റ് ഓയിലാണ് മിക്കവരുടെ തലയിലും സ്യൂട്ട് ആവുന്നത്. അതായത് ആർഗൻ ഓയിൽ, മൊറോക്കൻ ഓയിലൊക്കെ
ഒക്കെയും നമ്മുടെ ഹെയറിന്റെ ഹെൽത്തിന് വളരെ നല്ല ഓയിൽസ് ആണ്. അപ്പൊ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ പോറോസിറ്റി കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സ് ഒക്കെ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ പോറോസിറ്റി അനുസരിച്ചിട്ട് എത്രത്തോളം വെയിറ്റ് അല്ലെങ്കിൽ എത്രത്തോളം ഇന്റൻസ് ആയിട്ടുള്ള ഓയിൽ വേണം നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിച്ചിട്ട് അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ഓയിൽ ചൂസ് ചെയ്യുക. മൂന്നാമത്തേത് ഹീറ്റ് പ്രൊട്ടക്ഷൻ കറക്റ്റ് ആയിട്ട് എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പലപ്പോഴും പലരും ചെയ്യുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് ആണിത്. മുടി എപ്പോഴും സ്ട്രെയിറ്റ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ കേൾ ചെയ്യാറുണ്ട്, പക്ഷെ ഹീറ്റ് പ്രൊട്ടക്റ്റന്റ് ഒന്നും അടിക്കാറില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടിയുടെ ആ ഒരു റൂട്ടിൽ സ്പ്ലിറ്റൻസ് ഉണ്ടാവുകയും അതുപോലെ അത് മുടി ബ്രേക്ക് ചെയ്യാനും ചാൻസ് ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴാണെങ്കിലും കേളിംഗ് റോഡ്സ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യുമ്പോൾ അതിന് മുന്നേ ആയിട്ട് ഈ ഒരു ഹീറ്റ് പ്രൊട്ടക്റ്റന്റ് യൂസ് ചെയ്യുക. അതിപ്പോൾ ക്രീംസ് ആയിട്ടും സ്പ്രേസ് ആയിട്ടും ഒക്കെ അവൈലബിൾ ആണ്. ഒരു നല്ല ഹീറ്റ് പ്രൊട്ടക്റ്റന്റ് നിങ്ങൾ എപ്പോഴും തലയിൽ യൂസ് ചെയ്യുക ഇങ്ങനത്തെ സ്റ്റൈലിംഗ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട്. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഹീറ്റ് പ്രൊട്ടക്റ്റന്റ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരിക്കലും സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യരുത്. എന്ന് വെച്ചാൽ ഹീറ്റ് പ്രൊട്ടക്റ്റന്റ് സ്പ്രേ മാത്രമല്ല, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഈ ഒരു സ്ട്രെയിറ്റ്നറോ കേളിംഗ് റോഡ്സോ ഒക്കെ നിങ്ങളുടെ സ്കാൽപ്പിലേക്ക് കൊണ്ടുവരരുത്. കാരണം അത് മുടിയുടെ റൂട്ട്സിനെ കംപ്ലീറ്റ് ആയിട്ടും ഡാമേജ് ആക്കുകയും മുടി പെട്ടെന്ന് തന്നെ പറഞ്ഞു പോകാനുള്ള ചാൻസും ഉണ്ട്. അപ്പം നിങ്ങളുടെ മുടി നന്നായിട്ട് കൊഴിയും. അതുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്, എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ഇതുപോലെ മുടി സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ സ്കാൽപ്പ് കുറച്ച് ഉണങ്ങാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ സ്കാൽപ്പിലോട്ട് കൊണ്ടുവരാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മുടി ഒരുപാട് കൊഴിയാൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ മാക്സിമം ലെസ് ഹീറ്റ് മാത്രമേ എൻ്റെ മുടിക്ക് കൊടുക്കാറുള്ളൂ. അതിന് ശേഷമാണ് ഞാൻ എൻ്റെ മുടിയിൽ ശരിക്കും കാര്യമായിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടത്. ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഹീറ്റ്ലെസ് ബ്രെയ്ഡ്സും അല്ലെങ്കിൽ ഹീറ്റ്ലെസ് റോൾസും ഒക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ മാക്സിമം ഹീറ്റ്ലെസ് ആയിട്ടുള്ള സ്റ്റൈലിങ്ങിനെ ഞാൻ മാക്സിമം പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ മാക്സിമം ഹെയറിൽ അപ്ലൈ ചെയ്യുക. അല്ലാതെ ഈ ഒരു എന്നും സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യുക എന്നും കേൾ ചെയ്യുക എന്നൊക്കെ ഉള്ളത് മുടിക്ക് ഭയങ്കര ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മുടിയുടെ ഈ ഒരു ഹീറ്റ് പ്രൊട്ടക്ഷനിൽ ഇങ്ങനത്തെ ഈ സ്ട്രെയിറ്റ്നറും കേളിംഗ് റോഡ്സും ഒന്നും മാത്രമല്ല, സണ്ണും ഒരു മെയിൻ വില്ലനാണ്. അപ്പോൾ സൂര്യപ്രകാശത്തിൽ നിന്ന് മുടീനെ ഈ ഒരു UV റേസിൽ നിന്ന് തടയാനായിട്ട് നമ്മൾ ഒത്തിരി വലിയ ഈ ബ്രിമ്മുള്ള ഹാറ്റ് യൂസ് ചെയ്യുക പുറത്തിറങ്ങുമ്പോഴത്തേക്കും. അതുപോലെ ഈ ഹീറ്റ് പ്രൊട്ടക്റ്റന്റ് സ്പ്രേസ് സൺലൈറ്റിൽ നിന്ന് ഡാമേജ് ചെയ്യാനുള്ളത് അവൈലബിൾ ആയിട്ടുള്ളതുണ്ട്. അപ്പൊ അങ്ങനത്തെ പ്രോഡക്ട്സ് ഒക്കെ നിങ്ങൾക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാം. അതുപോലെ UV ഫിൽറ്റേഴ്സ് കിട്ടും. ഇങ്ങനെ മുടീനെ അല്ലെങ്കിൽ ഒരു സ്കാർഫ് വെച്ചിട്ട് കെട്ടി വെക്കാം. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുടിയിൽ നിങ്ങൾ എപ്പോഴും ചെയ്യാൻ ശ്രദ്ധിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ മുടി ബ്രിട്ടിലായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഇങ്ങനെ പൊടിഞ്ഞു വരത്തില്ലേ, നമ്മൾ മുടി ഇങ്ങനെ പിടിക്കുമ്പോൾ അതിങ്ങനെ പൊട്ടി വരാനുള്ള ചാൻസിൽ കൂടുതലാണ്. പിന്നെ നിങ്ങളുടെ കളർ ട്രീറ്റഡ് ഹെയർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കളറ് നന്നായിട്ട് ഫെയ്ഡ് ആവും നിങ്ങൾ ഇങ്ങനത്തെ ഈ ഒരു ഹീറ്റ് പ്രൊട്ടക്ഷൻ കറക്റ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കുക. നമ്പർ 4, കറക്റ്റ് ആയിട്ട് മുടീനെ മോയ്സ്ചറൈസ് ചെയ്യാതിരിക്കുക. അതായത് നമ്മൾ എപ്പോഴാണെങ്കിലും ഷാമ്പു ഇട്ട് കഴിഞ്ഞാൽ കണ്ടീഷണർ യൂസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോഴും ഷാമ്പൂവിൻ്റെയും കണ്ടീഷണറിൻ്റെയും കറക്റ്റ് ആയിട്ടുള്ള യൂസ് അറിയാൻ പറ്റാത്ത പലരും ഉണ്ട്. തലയിൽ ബാർ സോപ്പ് ഒക്കെ തേക്കുന്നവരും ഉണ്ട്. അതൊക്കെ ബാർ സോപ്പ് ശരിക്കും തലയിൽ മുടിക്ക് ഒട്ടും നല്ലതല്ല. കറക്റ്റ് ഷാമ്പൂ തന്നെ യൂസ് ചെയ്യുക. ഷാമ്പൂ ചെയ്ത് കഴിഞ്ഞിട്ട് കറക്റ്റായിട്ടും കണ്ടീഷണർ യൂസ് ചെയ്യുക. കാരണം ഈ ഷാമ്പൂ ചെയ്ത് ഡ്രൈ ആയ ഹെയറെല്ലാം കണ്ടീഷണറാണ് നമുക്ക് ആ ഒരു മോയ്സ്ചർ കീപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇങ്ങനെ ഫ്രിസി ആവുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഒത്തിരി ഡാൻഡ്രഫ് ഉണ്ടാവുകയും അതുപോലെ ഫ്ലേക്കി സ്കാൽപ്പ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ കറക്റ്റായിട്ടും കണ്ടീഷണർ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ വീക്ക്ലി വൺസ് നിങ്ങൾ ഡീപ്പ് കണ്ടീഷനിങ് ചെയ്യുക. ഡീപ്പ് കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ ഒരു ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യാം നമുക്ക്. ഇത് നമ്മുടെ ഒരു ഹെയർ കെയർ റുട്ടീനിൽ കൊണ്ടുവരാനുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഈ ഒരു ഡീപ്പ് കണ്ടീഷനിങ്. ഡീപ്പ് കണ്ടീഷനിങ്ങിനായിട്ട് നമുക്ക് ഹെയർ മാസ്ക് ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ളതൊന്നും വാങ്ങണം എന്നില്ല. നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന തൈര്, അതുപോലെ കോക്കനട്ട് ഓയിൽ, തൈര്, അവക്കാഡോ, ബനാന ഇതൊക്കെ ചേർത്ത് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഒരു ഹോം മെയ്ഡ് ഹെയർ മാസ്ക് തന്നെ യൂസ് ചെയ്യാം. അതിപ്പം ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് പലരും ഒരുപാട് ഇത് കീപ്പ് ചെയ്യാറുണ്ട്. ഒരു 30 മിനിറ്റ്സ് ഒക്കെ വെച്ചാൽ മതിയാവും. അത് കഴിയുമ്പോൾ നമുക്ക് വാഷ് ചെയ്ത് കളയാം. അത് ശരിക്കും മുടിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഡീപ്പ് കണ്ടീഷനിങ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇനിയിപ്പോൾ കറക്റ്റായിട്ടും ഓയിൽ നമ്മൾ അപ്ലൈ ചെയ്യുക. ഈ ശരിക്കും ഓയിൽ തീരെ അപ്ലൈ ചെയ്യാതിരിക്കുന്നതെന്ന് മുടിക്ക് ഒട്ടും നല്ലതല്ല. കാരണം മുടിയുടെ മോയ്സ്ചറൈസിങ് നന്നായിട്ട് നഷ്ടപ്പെടും. അതുകൊണ്ട് ഹെയർ ഓയിൽസ് നമുക്ക് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കറക്റ്റ് എമൗണ്ടിൽ കറക്റ്റായിട്ട് അത് യൂസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മുടിയിൽ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ മാക്സിമം വാം ആക്കിയിട്ട്
അത് അപ്ലൈ ചെയ്യുക. അത് ഒരുപാട് നമ്മുടെ സ്കാൽപ്പിലേക്ക് പെനട്രേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് കൂടാതെ ഓയിൽ കറക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അത് വിഗറസ് ആയിട്ട് നിങ്ങൾ ഒരിക്കലും മസാജ് ചെയ്യരുത്, അത് മുടി ഫോളോ ഔട്ട് ആവും. ജെന്റിലായിട്ട് മസാജ് ചെയ്യുക. അതുപോലെ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ മുടീനെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യരുത്. ഓവർനൈറ്റ് കീപ്പ് ചെയ്യുന്നത് ചിലർ പറയുന്നുണ്ട് നല്ലതാണെന്നുള്ളത്, പക്ഷെ ഒരു 30 മിനിറ്റ്സ് വച്ചാൽ തന്നെ മതിയാവും. അതിനകം വെച്ച് കഴിഞ്ഞാൽ ഈ ഓയിൽ നന്നായിട്ട് നമ്മുടെ ഹെയർ സ്കാൽപ്പിലേക്ക് ഇത് അബ്സോർബ് ആയിട്ടുണ്ടാവും. ഇങ്ങനെ കറക്റ്റായ രീതിയിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ സ്കാൽപ്പ് ഹെൽത്തിന് വളരെ നല്ലതാണ്. ഫ്ലേക്കി സ്കാൽപ്പ് റിപ്പയർ ചെയ്യാനും ഡാൻഡ്രഫ് കുറയ്ക്കാനും നമ്മളെ സഹായിക്കും. 5ാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ റൂട്ട്സിലേക്ക് ഈ കണ്ടീഷണേഴ്സ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടീഷണേഴ്സ് എന്ന് പറയുമ്പോൾ ഷാംപൂസിനെക്കാളും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അതിനകത്ത് ഈ മോയ്സ്ചർ ലോക്ക് ചെയ്യാനായിട്ട് അവർ മെയിൻ ആയിട്ടും യൂസ് ചെയ്തിരിക്കുന്നത് ഹൈ കോൺസെൻട്രേഷനിലെ സിലിക്കോൺ ആണ്. ഈ സിലിക്കോൺ നമ്മുടെ സ്കാൽപ്പിന് നല്ലതല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് നമ്മുടെ പോഴ്സ് ക്ലോഗ് ആക്കും. അതുപോലെ സ്കിന്നിലേക്ക് അത് ഡ്രിപ്പ് ചെയ്ത് ഇറങ്ങുമ്പോൾ സ്കിന്നിൽ ചിലർക്കൊക്കെ ഇച്ച്നെസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കണ്ടീഷണർ കറക്റ്റായിട്ടും യൂസ് ചെയ്യേണ്ടത് നമ്മുടെ ഹെയറിന്റെ ഷാഫ്റ്റിലും അതുപോലെ എൻഡിലുമാണ്, അല്ലാതെ സ്കാൽപ്പിലല്ല. ഇനി തീരെ വളരെ ഭയങ്കരമായിട്ട് ഡ്രൈനെസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതൊരു ചിലപ്പോൾ എക്സെപ്ഷൻ ആയിരിക്കും. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കാൽപ്പിൽ ഈ കണ്ടീഷണേഴ്സ് അപ്ലൈ ചെയ്യാം. ബാക്കി എല്ലാ ഹെയർ ടൈപ്പുകാരും മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ കണ്ടീഷണർ സ്കാൽപ്പിലേക്ക് പോവാതിരിക്കാനായിട്ട്. അതൊരു എല്ലാവരും ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ആണ്, കുറച്ച് കണ്ടീഷനിങ് അവിടെയും കൂടി ഇരുന്നോട്ടെ എന്ന് വിചാരിക്കുന്നത്. പക്ഷെ അത് ശരിക്കും നല്ലൊരു പ്രവണതയല്ല. ഇനിയിപ്പോ നമ്മൾ ഷാമ്പൂ ഇട്ടു, അത് കഴിഞ്ഞ് കണ്ടീഷണർ ഇട്ടിട്ട് കറക്റ്റ് പ്രോപ്പർ ആയിട്ടും ഈ ഒരു കണ്ടീഷണർ വാഷ് ചെയ്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് മുടിക്ക് ഇറിറ്റേറ്റ് ചെയ്യും, മുടി കൊഴിയാനായിട്ട് അത് ചാൻസ് ഉണ്ടാക്കുകയും ചെയ്യും. സോ കണ്ടീഷണർ നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക. ഇനിയിപ്പോ ഷാമ്പൂ ചെയ്തിട്ട് കണ്ടീഷണർ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിറയെ ഈറനായിട്ടിരിക്കുന്ന മുടിയിലേക്ക് അത് അപ്ലൈ ചെയ്യരുത്. എപ്പോഴും മുടി നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ പിഴിഞ്ഞ് കളഞ്ഞിട്ട് ആ ഒരു വെള്ളം പോയി കളഞ്ഞിട്ട് മാത്രം അതിലേക്ക് കണ്ടീഷണർ അപ്ലൈ ചെയ്യുക. എന്നാൽ മാത്രമേ കണ്ടീഷണർ ഹെയറിലേക്ക് പെനട്രേറ്റ് ചെയ്ത് പോവുകയുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വെള്ളത്തിന്റെ കൂട്ടത്തിൽ ഇത് നമ്മൾ കഴുകിക്കളയത്തേ ഉള്ളൂ, മുടിക്ക് അതൊരു ഹെൽപ്പും ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക. ഇനി ലീവ് ഇൻ കണ്ടീഷണേഴ്സ് ഉണ്ട്. നിങ്ങൾ ഈ കുളിച്ച് കഴിഞ്ഞിട്ടുള്ള കണ്ടീഷണേഴ്സ് യൂസ് ചെയ്തത് നന്നായിട്ട് കഴുകി കളഞ്ഞിട്ട് മുടി ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നിങ്ങൾ തലയിലേക്ക് ലീവ് ഇൻ കണ്ടീഷണേഴ്സ് യൂസ് ചെയ്യുക. ലീവ് ഇൻ കണ്ടീഷണേഴ്സ് മുടിക്ക് നല്ല ഒരു സോഫ്റ്റ്നെസ് കൊടുക്കുകയും ചെയ്യും, ആ ഒരു ഡൾനെസ് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ലീവ് ഇൻ കണ്ടീഷണേഴ്സ് നിങ്ങൾക്ക് മുടിയിൽ കുളിച്ച് കഴിഞ്ഞിട്ട് കീപ്പ് ചെയ്യാവുന്നതാണ്. ഇനി 6ാമതായിട്ട് നമ്മൾ ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്ക് ആണ് ഒരുപാട് ചൂടുവെള്ളത്തിൽ കുളിക്കുക എന്നുള്ളത്. ചൂടുവെള്ളത്തിൽ മുടീനെ ഒത്തിരി കഴുകിയാൽ മുടിയുടെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഓയിലിനെ സ്ട്രിപ്പ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഹോട്ട് വാട്ടർ എന്ന് പറയുന്നത്. ഹോട്ട് വാട്ടർ ആൻഡ് മുടി ഒരിക്കലും ചേരത്തില്ല, അവർ ഭയങ്കര ശത്രുക്കളാണ്. നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നത് ഒരു ലൂക്ക് വാം വാട്ടർ അല്ലെങ്കിൽ കോൾഡ് വാട്ടർ ആയിരിക്കണം. കാരണം ഈ ഇങ്ങനത്തെ ടെമ്പറേച്ചർ കുറഞ്ഞ വാട്ടർ ആവുമ്പോൾ നമ്മുടെ ക്യൂട്ടിക്കിൾസിൽ ആ ഒരു ഓയിൽ സീൽ ചെയ്യാനായിട്ട് അത് സഹായിക്കും. അല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഓയിലും നഷ്ടപ്പെടുകയും ചെയ്യും, നമ്മുടെ മുടി ഭയങ്കരമായിട്ട് ഫ്രിസി ആവും, അതുപോലെ തന്നെ ഡള്ളാവും. ഇത് കൂടാതെ അകാല നര വരാനുള്ള ചാൻസും ഉണ്ട്. പിന്നെ കളർ ട്രീറ്റഡ് ആയിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലോഞ്ചിവിറ്റി വളരെയധികം കുറയും, ഹെയറിലെ കളർ പെട്ടെന്ന് തന്നെ ഫെയ്ഡായി പോകും. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള വാട്ടർ ടെമ്പറേച്ചർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. 7ാമത്തെ പോയിന്റ് ഓവർ ബ്രഷ് ചെയ്യുക അല്ലെങ്കിൽ കറക്റ്റ് ടൂൾസ് യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഒരുപാട് വിഗറസ് ആയിട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മുടി നന്നായിട്ട് കൊഴിയും. അതുപോലെ കറക്റ്റ് ഇങ്ങനെ ഈ പല്ലുണ്ടല്ലോ നമ്മുടെ ഹെയർ ബ്രഷിന്റെ, അതിപ്പോൾ ഒരുപാട് അടുത്ത പല്ലുള്ള അങ്ങനത്തെ ഹെയർ ബ്രഷ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും മുടിക്ക് ഒട്ടും ഹെൽപ്ഫുൾ അല്ല. നമ്മുടെ ഈ മുടി ഇങ്ങനെ വിഗറസ് ആയിട്ട് നമ്മളിങ്ങനെ ഈ ബ്രഷ് ചെയ്യുമ്പോൾ മുടി ഒരുപാടായിട്ടും സ്പ്ലിറ്റൻസ് ഉണ്ടാവാനും അതുപോലെ ആ ഒരു സ്പ്ലിറ്റൻസ് ഡീറ്റാങ്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു സ്പ്ലിറ്റൻസ് ഉണ്ടാവുകയും അത് ഗ്രാജുവലി ഇങ്ങനെ ഷാഫ്റ്റിലേക്ക് കയറി വരികയും മുടി മൊത്തത്തിൽ ബ്രേക്കേജ് ആവാനും നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ മുടി ചീകുമ്പോൾ ഇങ്ങനെ ഷാഫ്റ്റിൽ അല്ലെങ്കിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് അവിടെ വെച്ച് മാത്രം താഴേക്ക് മുടി ചീകി കൊടുക്കുക. ഇനി മുടി വെറ്റ് ഹെയർ ഒരിക്കലും ഇങ്ങനെ വിഗറസ് ആയിട്ട് ബ്രഷ് ചെയ്യരുത്. മാക്സിമം നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ഈ ഡീറ്റാങ്കിൾ ചെയ്തിട്ട് പിന്നെ കുളിക്കുക. കാരണം വെറ്റ് ഹെയറിൽ നമ്മൾ എത്രത്തോളം ബ്രഷ് ചെയ്യുന്നോ അത്രത്തോളം മുടി ഫ്രജൈലാവും. ഒരുപാട് നമുക്ക് തന്നെ അത് നോട്ട് ചെയ്യാൻ പറ്റും. കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രഷ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മുടി മോർ ആൻഡ് മോർ ആയിട്ട് കൊഴിഞ്ഞു വരാൻ തുടങ്ങും. കാരണം ആ സമയത്ത് നമ്മുടെ ഹെയറിലെ സ്കാൽപ്പ് വളരെ ഫ്രജൈലാണ്, ഒരുപാട് മുടി ഇങ്ങനെ കൊഴിഞ്ഞു വരും. അതുകൊണ്ട് കുളിക്കുന്നതിന് മുന്നേ മാക്സിമം ഡീറ്റാങ്കിൾ ചെയ്യുക. അതുപോലെ ഇനിയിപ്പോൾ നിങ്ങൾ വെറ്റ് ഹെയർ ആണ് ഡീറ്റാങ്കിൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വൈഡ് ടൂത്ത് ഉള്ള ബ്രഷ്
ബ്രഷ് തന്നെ തിരഞ്ഞെടുക്കുക. ഇനിയിപ്പോൾ സ്റ്റൈൽ ചെയ്യാനായിട്ട് ലേറ്റർ നിങ്ങളുടെ മുടി ഉണങ്ങി കഴിയുമ്പോൾ സ്റ്റൈൽ ചെയ്യാനായിട്ട് പാഡിൽ ബ്രഷ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ്, നനഞ്ഞിരിക്കുന്ന മുടിനെ കറക്റ്റ് ആയിട്ടും ഹാൻഡിൽ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ കുളിച്ചു കഴിഞ്ഞിട്ട് മുടിയുടെ ഈർപ്പം, അതായത് ആ മുടി ഇങ്ങനെ കറക്റ്റ് വെള്ളം ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഒത്തിരി ചൂടിൽ ഹെയർ ഡ്രയർ അതിലേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നത് നല്ലതല്ല. അതുപോലെ വളരെ റഫ് ആയിട്ടുള്ള ടവൽ വെച്ചിട്ട് വിഗറസ് ആയിട്ട് നമ്മൾ തല ഇങ്ങനെ ഉണക്കാൻ വേണ്ടി നോക്കുന്നത് അതൊക്കെ മുടിക്ക് ഭയങ്കര ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി ഇതല്ലാണ്ട് റെഗുലർ ആയിട്ടുള്ള ചീപ്പ് ഡയറക്റ്റ് അല്ലെങ്കിൽ ഹെയർ ബ്രഷ് ഡയറക്റ്റ് ഈ മുടിയിലേക്ക് ചീകുക നനഞ്ഞിരിക്കുന്ന മുടിയിൽ, അത് മുടിയുടെ റൂട്ടോട് കൂടി ഡാമേജ് ആയി പോവും. പിന്നെന്താണ്, ടവല് വെച്ചിട്ട് നന്നായിട്ട് ഭയങ്കര ടൈറ്റ് ആയിട്ട് ഹെയർ കെട്ടി വെക്കുക ഉണങ്ങാനായിട്ട്. ഇതൊക്കെയും നല്ല കാര്യങ്ങളല്ല. പകരം നിങ്ങൾ ഒരു മൈക്രോ ഫൈബർ ക്ലോത്തോ അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടീഷർട്ടോ യൂസ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ മുടി ഉണക്കാനായിട്ട്. ഇനി മുടിയുടെ വെള്ളം ഒന്ന് മാറിയതിന് ശേഷം മാത്രം മിഡിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഹെയറിന്റെ തിക്നെസ് അനുസരിച്ചിട്ട് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാത്രം ഹെയർ ഡ്രയർ യൂസ് ചെയ്യുക. ഒത്തിരി ഹൈ ടെമ്പറേച്ചർ മുടിക്ക് കൊടുക്കാതിരിക്കുക. നനഞ്ഞിരിക്കുന്ന മുടിക്ക് അത് ഒത്തിരി ഡാമേജ് ആക്കും. മുടീനെ കളറൊക്കെ ഫെയ്ഡ് ചെയ്യാനും മുടി ഭയങ്കരമായിട്ട് കൊഴിയാനും അത് കാരണമാവും. ഇപ്പൊ നനഞ്ഞിരിക്കുന്ന മുടി നിങ്ങൾ ചീകുവാണെന്നുണ്ടെങ്കിൽ വൈഡ് ടൂത്തുള്ള ഹെയർ ബ്രഷ് തന്നെ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. 9ാമത്തെ കാര്യം, ടൈറ്റ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈല് വിയർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ ഭയങ്കരമായിട്ട് ടൈറ്റ് ആയിട്ടുള്ള ഹൈ പോണിയൊക്കെ കെട്ടി വെച്ചേക്കുവാണ് ഒരു ദിവസം മൊത്തം, അല്ലാന്നുണ്ടെങ്കിൽ ഹെയർ ബ്രെയ്ഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പിന്നീടത്തില്ലേ, അതാണെങ്കിൽ പോലും നമ്മൾ നൈറ്റില് മുടിക്ക് ഒന്ന് അഴിച്ചിട്ട് അതിനെ ഒന്ന് റിലീസ് ആയില്ല എന്നുണ്ടെങ്കിൽ പുള്ളിങ് ട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു കാരണമുണ്ട്. മുടിയുടെ ഡാമേജിൽ വളരെയധികം വില്ലനാവുന്ന ഒന്നാണ് ഈ പുള്ളിങ് ട്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ മുടി കെട്ടി വെക്കുമ്പോൾ ഇങ്ങനെ ഒരു ട്രാക്ഷൻ മുടിക്ക് ഉണ്ടാവുകയും അത് കാരണം മുടി ഒന്നാമത്തേത് കറക്റ്റ് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ നടക്കത്തില്ല അവിടെ. 2ാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഹെഡേക്ക് ഉണ്ടാവും. ഇനി അവിടെ കറക്റ്റ് ഈ ഒരു ബ്ലഡ് സർക്കുലേഷൻ എത്താത്തത് കൊണ്ട് തന്നെ മുടി വീക്കാവും, ഹെയർ ബ്രേക്ക് ആവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ടും നമ്മൾ മാക്സിമം മുടിക്ക് കറക്റ്റായിട്ട് ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് കൊടുക്കുക. ഒന്ന് ലൂസാക്കി മുടീനെ ഒന്ന് ഫ്രീ ആക്കി വിടുക. അപ്പോൾ പോണിറ്റെയിൽ കെട്ടുന്നവരാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ഹെയർ ബ്രെയ്ഡ്സ് ഉള്ളവരാണെങ്കിലും ഹെയർ എക്സ്റ്റൻഷൻ ഉള്ളവരാണെങ്കിലും മുടീനെ ഇങ്ങനെ ഒത്തിരി ടൈറ്റ് ആക്കാതെ ആ ഒരു സർക്കുലേഷൻ ചെയ്യാണ്ട് നിങ്ങൾ ഹെയർ സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഹെയർ റെഗുലർ ആയിട്ട് ട്രിം ചെയ്യുക എന്നുള്ളതാണ്. ഇത് ലാസ്റ്റ് പറഞ്ഞത് കൊണ്ട് അതൊരു ലീസ്റ്റ് പോയിന്റായി നിങ്ങൾ കാണരുത്. ഇത് മുടിയുടെ ഹെൽത്തിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. കാരണം നമ്മൾ കറക്റ്റ് ആയിട്ടും മുടി മുടിയുടെ ആ ഒരു സ്പ്ലിറ്റ് എൻഡ് ട്രിം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മുടി ഭയങ്കര വൃത്തികേടായിട്ടായിരിക്കും കിടക്കുക. ഇനി അതുപോലെ തന്നെ ഈ ഒരു മുടി ട്രിം ചെയ്താല് മുടിക്ക് എപ്പോഴും ഒരു ഫ്രഷ് ആൻഡ് ഹെൽത്തി ലുക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി കറക്റ്റ് ആയിട്ട് ട്രിം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് എൻഡ്സ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്പ്ലിറ്റ് എൻഡ്സ് ഓൾറെഡി ബ്രേക്ക് ആയാണ് ഇരിക്കുന്നത്. അത് ഗ്രാജുവലി മുകളിലേക്ക് വരികയും നമ്മുടെ ഷാഫ്റ്റിനെയും അത് ബാധിക്കും. അപ്പോൾ മുടി മൊത്തത്തിൽ സ്പ്ലിറ്റ് ചെയ്തായിട്ടായിരിക്കും ഉണ്ടാവുക. അത് മുടീനെ ഭയങ്കര ഫ്രജൈൽ ആക്കുകയും മുടി ഇങ്ങനെ തലേന്ന് പറഞ്ഞു പോകാനുള്ള ചാൻസും കൂടുതലാണ്. ഇപ്പൊ നിങ്ങളുടെ മുടി ഷോർട്ട് ലെങ്ത് ആണുള്ളതെങ്കിൽ 4 to 6 വീക്സിലും, മീഡിയം ലെങ്ത് ആണെങ്കിൽ 6 to 8 വീക്സിലും, ലോങ് ഹെയർ ആണെന്നുണ്ടെങ്കിൽ 8 to 12 വീക്സിലും നിങ്ങൾ മുടി ട്രിം ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് മുടിക്ക് ശരിക്കും ഒരു ഹെൽത്തിയർ ലുക്ക് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഹെയർ കെയർ റുട്ടീനിൽ നിങ്ങളൊന്ന് ഈ മിസ്റ്റേക്സ് ഒന്ന് ഒഴിവാക്കിയാൽ തന്നെ നിങ്ങളുടെ മുടിക്ക് ഒരു ഹെൽത്തി ലുക്ക് ഉണ്ടാവുകയും മുടി കുറച്ച് ഡാമേജ് ആവാണ്ട് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാനും പറ്റും. നിങ്ങൾ ഇമാജിൻ ചെയ്തതുപോലത്തെ ആ ഒരു ഇടതൂർന്ന മുടിയൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ള മുടി ഡാമേജ് ആവാണ്ടിരിക്കാൻ ഇതൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇതുപോലൊക്കെ നിങ്ങളുടെ ഹെയർ കെയർ റുട്ടീനിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഇതൊന്നും ചെയ്യുന്ന ആളായിരുന്നില്ല, പക്ഷെ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങി പിന്നെ എൻ്റെ മുടിയിൽ എനിക്ക് കുറേയൊക്കെ ഒരു ഡാമേജ് കുറയ്ക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും മറക്കരുത്. അതുപോലെ ഇങ്ങനത്തെ നല്ല വീഡിയോസ് ഒക്കെ കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ബൈ.